നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് ഡിമെൻഷ്യ അഥവാ മറവി രോഗം, ഇതിൻ്റെ ലക്ഷണങ്ങൾ, വീട്ടിൽ വെച്ച് ഇങ്ങനെയുള്ളവരെ എങ്ങനെ പരിചരിക്കാം എന്നതിനെയൊക്കെ കുറിച്ചാണ്. ഡിമെൻഷ്യ അഥവാ വാർദ്ധക്യ സഹജമായ മറവി രോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് 60 വയസ്സിന് മുകളിൽ ഉള്ളവരിൽ 7.4% പേർക്കും, നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം 4 ലക്ഷത്തിലേറെ പേർക്കും ഡിമെൻഷ്യ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇത് കേവലം ഒരു വാർദ്ധക്യ സഹജമായ പ്രശ്നമല്ല. 40 50 വയസ്സുള്ളവരിലും ഇന്ന് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. എന്താണ് ഡിമെൻഷ്യ അഥവാ മറവി രോഗം? മറവി രോഗങ്ങൾ തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യ മനസ്സിൻ്റെ ജീവശാസ്ത്രപരമായ അടിസ്ഥാനം തലച്ചോറാണ്. കോടിക്കണക്കിന് കോശങ്ങൾ അഥവാ ന്യൂറോൺ ചേർന്ന് നിർമ്മിക്കപ്പെട്ട ഒരു ബൃഹത് അവയവമാണ് തലച്ചോറ്. മനുഷ്യ ശരീരത്തിൻ്റെ ബൗദ്ധികവും ഭൗതികവുമായ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. തലച്ചോറിന് രോഗബാധ ഉണ്ടാവുകയും തലച്ചോറിൻ്റെ ധർമ്മങ്ങൾ തകരാറിലാവുകയും ചെയ്യുമ്പോൾ തലച്ചോറിൻ്റെ അടിസ്ഥാന ധർമ്മങ്ങളായ സ്ഥലകാലബോധം, ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഭാഷ, ഇന്ദ്രിയഗ്രഹണം, ചിന്തിക്കാനുള്ള കഴിവ് ഇവയൊക്കെ ഒരാൾക്ക് നഷ്ടമാകുന്നു. ഈ അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാശയ രോഗം. ഡിമെൻഷ്യ അഥവാ മറവി രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. അൽഷീമേഴ്സ് രോഗം അഥവാ അൽഷീമർ ഡിമെൻഷ്യ. 2. വാസ്കുലർ ഡിമെൻഷ്യ. 3. പാർക്കിൻസോണിസം. അൽഷീമേഴ്സ് രോഗം അഥവാ അൽഷീമർ ഡിമെൻഷ്യ എന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ കോശങ്ങൾ നശിച്ച് തലച്ചോറ് ചുരുങ്ങുന്ന രോഗാവസ്ഥയാണ്. പ്രായമായ ചിലരിൽ തലച്ചോറിൻ്റെ കോശങ്ങളിൽ അനേകം സങ്കീർണമായ രാസപ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും സംഭവിക്കുന്നു. ചില രാസപദാർത്ഥങ്ങൾ കോശങ്ങൾക്കുള്ളിലും അവയ്ക്ക് ചുറ്റിലും നിക്ഷേപിക്കപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുകയും കാലക്രമത്തിൽ കോശങ്ങൾ നശിച്ചു പോവുകയും തന്മൂലം തലച്ചോറ് ചുരുങ്ങുകയും ചെയ്യുന്നു. അലോയിസ് അൽഷീമർ എന്ന ജർമ്മൻ ഡോക്ടറാണ് 1906 ഈ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞത്. ഇനി അടുത്തത് വാസ്കുലർ ഡിമെൻഷ്യ. തലച്ചോറിനുള്ളിലെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലേക്ക് രക്ത ഓട്ടം നിലച്ചാൽ ആ ഭാഗങ്ങൾ നശിച്ചു പോവുകയും അവയുടെ പ്രവർത്തനങ്ങൾ തകരാറിലാവുകയും ചെയ്യുന്നു. ഇതിനെ മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് നമ്മൾ വിളിക്കുന്നു. തലച്ചോറിൽ ഓർമ്മശക്തി നിയന്ത്രിക്കുന്ന ഭാഗത്താണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ അതുമൂലം മറവിയും അതിൻ്റെ അനന്തരഫലമായി ഡിമെൻഷ്യയും ഉണ്ടാകുന്നു. വസ്കുലർ എന്നാൽ രക്തക്കുഴൽ സംബന്ധിച്ചുള്ളത് എന്നാണ് അർത്ഥം. രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞുകൂടി അത് അടഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഡിമെൻഷ്യയ്ക്ക് കാരണം. അതുകൊണ്ട് ഇതിനെ വാസ്കുലർ ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നു. ഇത്തരം രോഗികൾക്ക് മറവി ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി വ്യക്തിത്വത്തിന് മാറ്റങ്ങൾ വരുന്നു. സമൂഹത്തിൽ വ്യക്തിയുടെ പെരുമാറ്റ രീതി, സംസാരിക്കാനുള്ള പ്രയാസം, ആഹാരം വിഴുങ്ങുവാനുള്ള പ്രയാസം, നടക്കുമ്പോൾ വീഴാനുള്ള പ്രവണത എന്നിവ കൊണ്ട് ഈ ഡിമെൻഷ്യയെ അൽഷീമർ ഡിമെൻഷ്യയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, വർദ്ധിച്ച കൊളസ്ട്രോൾ തുടങ്ങിയവ ഈ ഡിമെൻഷ്യയുടെ കാരണങ്ങളാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ സ്ട്രോക്ക് വന്ന രോഗി ഓർമ്മക്കുറവിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് വസ്കുലർ ഡിമെൻഷ്യയുടെ ആരംഭമാകാം.
അടുത്തത് പാർക്കിൻസോണിസം. പ്രായമായവരിൽ കാണപ്പെടുന്ന മസ്തിഷ്ക സംബന്ധമായ മറ്റൊരു രോഗമാണ് പാർക്കിൻസോണിസം. കാര്യങ്ങൾ ചെയ്യാനുള്ള വേഗതക്കുറവ്, കൈക്കും കാലിനും മറ്റും അനുഭവപ്പെടുന്ന വിറയലും അയവില്ലായ്മയും, നടക്കുമ്പോൾ അടിക്കടി വീഴാനുള്ള പ്രവണത, ഇവയെല്ലാം പാർക്കിൻസോണിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ളവരിൽ നല്ലൊരു ശതമാനം രോഗികളിലും രോഗത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ മറവി രോഗം ബാധിക്കാറുണ്ട്. ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ നമ്മൾ ജാഗ്രത പാലിക്കണം. പ്രധാന ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ്: വർദ്ധിച്ചു വരുന്ന ഓർമ്മക്കുറവ്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാതെ വരിക, വിഷയം മാറിപ്പോവുക, പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുക, ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, ഭക്ഷണം കഴിച്ച കാര്യം മറന്നു പോവുക, അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവുകയും വളരെ നാളുകൾക്ക് മുൻപുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള പ്രവണത പ്രകടമാവുകയും ചെയ്യുക, വർഷം, ദിവസം, തീയതി ഇവ മറന്നു പോവുക, പരിചിതമായ വഴി തെറ്റിപ്പോവുക, അടുത്ത ബന്ധുക്കളെയും അടുത്ത പരിചയമുണ്ടായിരുന്നവരെയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വളരെ കാലമായി ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ചെയ്യുന്ന വിധം മറന്നു പോവുക, ഒരു കാര്യത്തിലും താല്പര്യമില്ലായ്മ, നിസ്സംഗത, അകാരണമായ വിഷാദം, ദ്വേഷ്യം. തലച്ചോറിൻ്റെ കഴിവുകൾ കുറയുന്നതനുസരിച്ച് ഈ വക വിഷമതകൾ കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ മറവി അനുഭവപ്പെടുന്ന എല്ലാവർക്കും മറവി രോഗം ഉണ്ടാകണമെന്നില്ല. മനസ്സിൽ അമിത ഉത്കണ്ഠയും വിഷാദവും ഉള്ളവർക്ക് കാര്യങ്ങൾ മറന്നു പോകുന്നതായി തോന്നാറുണ്ട്. ഇതിനെ ഒരു മറവി രോഗമായി കണക്കാക്കുന്നില്ല. കാരണം ഉത്കണ്ഠയോ വിഷാദമോ ഭേദപ്പെടുന്ന ക്രമത്തിൽ ഇവരുടെ ഓർമ്മ മെച്ചപ്പെടുന്നു. ജോലിസ്ഥലത്തും വീട്ടിലും മറവി മൂലം സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ രോഗമായി ഇതിനെ കണക്കാക്കാറുള്ളൂ. ഇങ്ങനെയുള്ള രോഗികൾക്ക് വീട്ടിൽ വെച്ച് നൽകാവുന്ന പരിചരണവും കുടുംബാംഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ആയ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മറവി രോഗമുള്ളവരെ പരിചരിക്കാൻ ക്ഷമയും സ്നേഹവുമാണ് ഏറ്റവും ആവശ്യം. മറവിയുടെ കാര്യം പറയുന്ന രോഗികൾക്ക് ചെറിയ ഡയറിയോ പേപ്പർ പാടുകളോ കൊടുത്ത് അതിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പരിശീലിപ്പിക്കണം. രോഗിയുടെ സാധനങ്ങൾ തന്നെത്താൻ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം. അവയുടെ സ്ഥലം മാറ്റിയാൽ പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ. ദൈനംദിന ഉപയോഗത്തിനുള്ള സാധനങ്ങൾ തന്നെത്താൻ സ്ഥലം മാറ്റി വയ്ക്കുമ്പോഴും അവ തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വയ്ക്കാൻ ഓർമ്മിപ്പിക്കണം. രോഗി വീടിനുള്ളിൽ തന്നെ നടക്കാൻ സാധ്യതയുള്ള വഴിയൊക്കെ വൃത്തിയായും തട്ടി വീഴാൻ സാധ്യതയുള്ള രീതിയിൽ മേശയോ കസേരയോ ഒക്കെ ഇടാതിരിക്കാനും ശ്രദ്ധിക്കണം. തറയോട് ചേർന്ന് കിടക്കുന്ന ചവിട്ടികൾ, മൂർച്ചയേറിയ അറ്റമുള്ള മേശകൾ എന്നിവ ഉണ്ടെങ്കിൽ ശ്രദ്ധയോടെ അവ കാണിച്ചു കൊടുത്ത് ശീലിപ്പിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ വാശി പിടിക്കുകയും സംസാരിക്കാതിരിക്കുകയും ദേഷ്യപ്പെട്ടുമൊക്കെ ഇരിക്കും. അപ്പോഴൊക്കെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹനം കൊടുക്കുകയാണ് വേണ്ടത്. മറിച്ച് അവരെ ശകാരിച്ചാൽ പ്രയോജനമില്ല. ചിലപ്പോൾ വീടിന് വെളിയിൽ പോയി തിരിച്ചെത്താൻ ഈ രോഗികൾ വിഷമിക്കും. അതുകൊണ്ട് രോഗിയുടെ പേരും മേൽവിലാസവും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും അടങ്ങുന്ന ഒരു കാർഡ് അവരുടെ ഡ്രസ്സിലോ മറ്റോ ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. വീടിന് പുറത്ത് കൂടെ പോകാൻ സാധ്യതയുള്ളതിനാൽ വാതിലുകൾ പൂട്ടിയിടാനും ശ്രദ്ധിക്കണം. അതുപോലെ വലിയ വലിയ കുടുംബ പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് സ്വത്ത് വിഭജനം തുടങ്ങിയ കാര്യങ്ങളിൽ കഴിവതും ഇവരെ ഉൾപ്പെടുത്തരുത്. ആവക തീരുമാനങ്ങൾ രോഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. ശാരീരിക ശുചിത്വം, ഭക്ഷണക്രമം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ ഇവരെയും പരിചരിക്കണം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിനായി നല്ല ഭക്ഷണം അത്യാവശ്യമാണ്. നാരുകൾ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ് ഇവ അടങ്ങിയ നാടൻ ആഹാരം തലച്ചോറിന് നല്ലതാണ്.
അതുപോലെ തന്നെ പച്ചക്കറികളിലെ വിറ്റാമിൻ സിയും ബി കോംപ്ലക്സ്, മഞ്ഞ, ഓറഞ്ച് എന്നീ നിറമുള്ള പച്ചക്കറികളിലെയും പഴങ്ങളിലെയും ബീറ്റാ കരോട്ടിനും ഓർമ്മ നിലനിർത്താൻ സഹായകരമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് സമൃദ്ധമായി അടങ്ങിയ മത്സ്യം തലച്ചോറിലെ നാഡീകോശങ്ങളിലേക്ക് പോഷകങ്ങൾ എത്തിക്കുന്ന സ്തരങ്ങൾക്ക് ഗുണം ചെയ്യും. തലച്ചോറിന് വേണ്ടത്ര ഓക്സിജൻ നൽകാൻ ഇരുമ്പ് ആവശ്യമാണ്. ശർക്കര, എള്ള്, കോരക്, മുരിങ്ങയില പോലുള്ള പച്ച നിറമുള്ള ഇലക്കറികൾ എന്നിവയിൽ ഇരുമ്പ് ലഭ്യമാണ്. തവിട് നീക്കാത്ത തവിട്ട് നിറമുള്ള ചോറിൽ തലച്ചോറിന് ആവശ്യമുള്ള ബി വിറ്റാമിനുകളും മഗ്നീഷ്യവും ഉണ്ട്. ഇനി ഇടവേളകളിൽ പാട്ട്, TV എന്നിവയൊക്കെ ഇവരുടെ ശ്രദ്ധ തിരിക്കുന്നതിനും കുടുംബത്തിൽ സ്വസ്ഥത കൈവരിക്കുന്നതിനും കുറെ കൂടി സ്വയം പരിചരണത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനും നല്ലതാണ്. ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ കാണുന്ന രോഗിയുടെ പ്രശ്നം ആദ്യമായി തന്നെ ഒരു ഡോക്ടറുമായി ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. ചില ലക്ഷണങ്ങൾ ചികിത്സിച്ച് മാറ്റാവുന്ന മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളാകാം. ചില അണുബാധകൾ, തലച്ചോറിനെ ബാധിക്കുന്ന ചില മരുന്നുകൾ, വിഷാദം എന്ന മാനസിക രോഗം, മറ്റു ചില മാനസിക രോഗങ്ങൾ, ഇവയ്ക്കെല്ലാം ഡിമെൻഷ്യ സദൃശമായ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ രോഗം ഡിമെൻഷ്യ എന്ന് തിരിച്ചറിയാൻ പാടുള്ളൂ. അവസാനമായി, ഡിമെൻഷ്യ പകർച്ചവ്യാധിയല്ല, ഒരു പാരമ്പര്യ രോഗവുമല്ല. ചില കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഇത് ഉണ്ടാകാനുള്ള പ്രവണത കൂടുതലായി കണ്ടേക്കാം. കൃത്യമായ പരിശോധനയിലൂടെയും സ്നേഹപൂർണമായ പരിചരണത്തിലൂടെയും ഈ രോഗാവസ്ഥയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ഓർമ്മകൾ നഷ്ടപ്പെട്ടാലും മനുഷ്യത്വം കൈവിടാതെ നമുക്കവരെ ചേർത്ത് പിടിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നപേക്ഷിക്കുന്നു. നന്ദി.